വന്നത് അവിടെ പള്ളിയുടെ ഇത് കാണാൻ പറ്റും കേട്ടോ, ഗോപുരം. വല്ലാർപാടം പള്ളിയുടെ ഗോപുരം അവിടെ നിന്ന് കാണാം. നമ്മളാ വന്നത് ആ വഴിയാണ്. ഇതിനകത്തേക്ക് ചെറിയൊരു വഴിയുണ്ട്, ഒരു വീട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം പോയി വരാം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. പാമ്പ് വരാതിരിക്കാൻ നമുക്ക് ചവിട്ടി പോവാം സൈക്കിൾ. പക്ഷേ ചവിട്ടാൻ പറ്റുമെന്നറിയില്ല, മണൽ പോലെ ഇരിക്കണേ. അതൊരു വീടാണോ എന്താണെന്നറിയില്ല. സ്വകാര്യ വ്യക്തിയുടെ വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലെന്ന് തോന്നാം ഭാഗത്തേക്ക്. ഇവിടെയൊക്കെ പട്ടികളുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവന്മാർ ചാടി വീഴും. ഇവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലൊക്കെ നിറയെ ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ വരെ ഉള്ളൂന്ന് കേട്ടോ. ഇവിടെ ഈ വീട് വരെ ഉള്ളൂന്ന്, അപ്പുറത്തേക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചെമ്മീൻ കെട്ടാണ്. ഇവിടെ കുമ്പളങ്ങി പോലെ മറ്റൊരു സ്ഥലം ഇറക്കാനുണ്ടോ. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവനങ്ങോട്ട് ഇറങ്ങി വരും. ഇവിടെ വീടാണ്, ഇനി രക്ഷയില്ല, അങ്ങോട്ട് പോകണ്ട. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായിരിക്കും. റോഡ് തന്നെയാണ്, പക്ഷെ എന്നാലും കാര്യമില്ല. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. തിരിച്ചു പോവാം. വിളിച്ചറിയിച്ചു. ഇപ്പം ഇതാണ് അവസ്ഥ. അപ്പം അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അതൊന്നും ഓർമ്മയില്ല. നമ്മൾ തിരിച്ചു പോവാം. ഓ, റോഡൊന്നും പറയാനില്ല, റോഡൊന്നും ഇല്ല ഇവിടെ. എന്തൊരു സാധനത്തിൻ്റെ ഇടയ്ക്ക് കയറുന്നു. റോഡൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇങ്ങനെ പോവുകയാണ് റോഡില്ലെങ്കിലും. ശബ്ദമായൊരു ഏരിയയാണ്. അപ്പോൾ വല്ലാർപാടം ബസലിക്കയുടെ തൊട്ട് ചേർന്നുള്ള വഴിയാണ്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ബസലിക്ക. നമ്മൾ ആ വെള്ളത്തിലോട്ട് വീണാൽ പിന്നെ നോക്കണ്ടേ, ജീവിതം പാഴാണ്. മതിച്ച വെള്ളമുള്ളത്. കുറച്ച് നേരം മുന്നോട്ട് പോകാം. അപ്പം ഒടിഞ്ഞ ഇതൊരു ഒച്ചയാക്കണ്ടല്ലോ. നോക്കട്ടെ. എന്തൊരു കമ്പ് കഷ്ണം നമ്മൾ കയറിയിരിപ്പുണ്ട്. ആണ് ഒച്ച. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി തിരിച്ചു പോയണേ. അപ്പോൾ വല്ലാർപാടം പള്ളിയുടെ മണിഗോപുരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. രണ്ട് ട്വിൻ ടവർ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഈ പുല്ലിൽ കൂടി പോയാൽ ചിലപ്പോൾ ഒന്നറിയില്ല. ഇവിടുന്ന് അങ്ങോട്ടും പോവാം, പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ടുള്ള വഴി തന്നെയാണത്. അതാണ് പോകേണ്ടത്. എന്നല്ല വേണ്ട, സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ഇന്നത്തെ നിറയെ എന്തോ കമ്പ് കൊണ്ടുവന്ന് നട്ടു വെച്ചൊക്കെയാണോ വലയിടാ, എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല കേട്ടോ. എൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴി പോവാം. വെള്ളത്തിൽ വീണില്ലെങ്കിൽ നമുക്ക് അപ്പുറം വെച്ച് കാണാം. ഓക്കെ, ശരി കൂടി പോയാണേ. അങ്ങനത്തെ ഒരു വഴിയാണ്. മിക്കവാറും സ്ലിപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പണി ആയാൽ. ഇതിപ്പോൾ മൗണ്ടൻ റൈഡ് പോലെയല്ലേ. വീണേനെ ഞാനിവിടം വരെ ഓക്കെ. ഇനി കുഴപ്പമില്ല, വെള്ളം വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല. ക്യാമറ എല്ലാം കൂടി വെള്ളത്തിലോട്ട് വീണ കേസിലല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കഴിക്കാം. ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട്, ആ വഴി പോവാം. ഏതായാലും നമ്മൾ നനഞ്ഞിറങ്ങി. ഈ വഴി ഇനി അധികം വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ വല്ലാർപാടത്തിൻ്റെ ഉൾപ്രദേശമുണ്ട് ഇതൊക്കെ. ഭാവിയിൽ സിംഗപ്പൂരാവേണ്ട സ്ഥലങ്ങളാണ്. ഈ ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഫ്ലാറ്റുകളോ വലിയ വലിയ നഗരങ്ങളൊക്കെ ആയിട്ട് മാറാം. നമ്മൾ നേരത്തെ
പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം. പൊന്മാൻ കുഞ്ഞാണുള്ളത്. ഇതൊക്കെ ചെമ്മീൻ കെട്ടും കാര്യങ്ങളാണ് കൂടുതലും. എനിക്ക് അവിടം വരെ പോകാൻ പറ്റുമെന്നറിയില്ല. പോവാം. സൈക്കിൾ ഔട്ടി പോകാനുള്ളൊരു സംഗതി അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. വഴിയൊന്നുമില്ല, കണ്ടമാണ്. കണ്ടല്ല, ഇങ്ങനെ വെള്ളം കയറ്റി വെച്ചിരിക്കുകയാണ് അവർ. നമുക്കതിലിങ്ങനെ സൈക്കിൾ ഔട്ടി പോകും. ഇവിടെയൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട്. എന്നിട്ട് വലിയ പോക്കാം. ഇവിടെ അവിടം വരെ ഉള്ളൂ എന്നാണ്. ഞങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇതാണ് കേട്ടോ, മറ്റേ എന്താ പറയുക, ആ സൈഡിൽ ഇവിടെ അങ്ങനെ വീട് കാണുന്നുണ്ട് അതിനകത്തൊക്കെ. അതൊക്കെ എങ്ങനെ പോകണമെന്ന് അറിയില്ല ആളുകൾ. ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ സൈക്കിൾ ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലേ, നേരെ വെള്ളത്തിലിട്ട് തിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. വെള്ളത്തിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ. നമ്മളുടെ സൈക്കിൾ വന്നതിൻ്റെ പാട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലല്ല കേട്ടോ, ഇവിടെ ഒരു തിണ്ട് പോലെ മണ്ണ് കോരിയിട്ടേക്കാണ്. ഉറപ്പുള്ള മണ്ണാണ്. വെള്ളത്തിലോട്ട് പോയാൽ എന്തോരം ആളുണ്ടെന്നറിയില്ല. എന്തായാലും ഇത്ര ആളുണ്ടാവില്ലായിരിക്കും ആ കമ്പ് കണ്ടിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴികളും സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ ആരാണ്, സ്വകാര്യ വ്യക്തികളുടെയാണ് ഇതൊക്കെ. എന്നാൽ ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അവിടെ ഒരു കൈമുണ്ട്, ഇന്നങ്ങനത്തെ പേര് പറയുന്ന. അതായത് നമുക്ക് പള്ളിയിലവിടെ മണി. അപ്പോൾ നമ്മൾ തിരിച്ചു വേണേ. ഈ വഴി പോവാൻ പറ്റും, പക്ഷേ ഇപ്പോൾ വല്ലാർവടം പള്ളിയിൽ മണിയടിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. അതിനിടയിലൂടെയൊക്കെ വഴിയുണ്ട് ഈ റൈറ്റ് സൈഡേ. പക്ഷെ അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ കാണുന്നതൊക്കെ അങ്ങോട്ടുള്ള വഴികളാണ്. അല്ലാണ്ട് ഇന്ന് താറാവ് കുട്ടന്മാരൊക്കെ എത്തില്ലേ, താറാവിനൊക്കെ വളർത്തുന്ന സ്ഥലവും അതിനൊക്കെ. അപ്പം നമുക്ക് നേരെ കാണാൻ പറ്റും പള്ളി. ഇവിടുന്ന് നടന്നു പോകാനുള്ള വഴിയുണ്ട്, സൈക്കിളിന് പോകാൻ പറ്റില്ല. നടന്നൊക്കെ വേണമെങ്കിൽ കയറാം. സൈക്കിളിലൂടെ വെച്ചിട്ട് പതിയെ അങ്ങോട്ട് പോയി എന്താ പറയുക, നടന്ന് പോവാം ഈ കണ്ടം, ഈ പ്രദേശത്തിലേക്ക്. അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിട്ടുണ്ട്. പുള്ളി ഏത് വഴി കയറിയെന്നറിയില്ല. നമുക്ക് അതിന് അങ്ങോട്ട് പോവാം. നേരെ ഇപ്പം തന്നെ ഇരുട്ടാവും. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇരുട്ടാവുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല. ഇരുട്ടാവണേനും ബാക്കിയുള്ള ഭാഗം കൂടി ചിത്രീകരിക്കാം. ഇതൊക്കെ ഭാവിയിൽ സിംഗപ്പൂരാവാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോഴേ ആവേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നറിയില്ല. അതോ വില കിട്ടാനിട്ടാണെന്നറിയില്ല. ഇങ്ങോട്ട് കൃത്യമായ റോഡില്ല. റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കും. നമുക്ക് ഇതിലൊന്നും കയറി നോക്കാം. നല്ല പച്ചപ്പും നല്ല പുല്ലൊക്കെ ഉള്ള സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ടൈപ്പ് പുല്ല്. അതുകൊണ്ട് ചേട്ടൻ നിശബ്ദമായ കോണിയിൽ നിന്ന് ചൂണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിലങ്ങനെ പോവാം. എല്ലാവരും ചൂണ്ടിയിട്ടുണ്ട്. പുള്ളി പന കൈ വെച്ചിട്ടുണ്ട് ചൂണ്ടിയിടാൻ.
ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ്. എന്തായാലും ഈ പുല്ലുകൾക്കിടയിലൂടെ സൈക്കിളായിട്ട് മുന്നോട്ട് പോകാം. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ വെയിൽ കുറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ. അവിടം വരെ ഉള്ളേ, അങ്ങോട്ടില്ല. ഈ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമായിരിക്കും. ഇവിടം വരെ പോകാനുള്ള സംഗതിയേ ഉള്ളൂ അല്ലേ. ബാക്കി ഇവിടെയൊക്കെ സ്വകാര്യമൊക്കെ സ്ഥലമാണ് ഇവിടെ ഉള്ളേ. ഇവിടെ അധികം ആൾക്കാർ വരാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വേസ്റ്റ് അധികം വന്നിട്ടില്ല. വെള്ളം മണ്ണ്, എന്തോ ഒരു മണ്ണ് തന്നെ സ്പെഷ്യൽ മണ്ണാണ്. ഉണ്ടോ, ഒരു തീരപ്രദേശത്തെ കാണുന്ന ടൈപ്പ് മണ്ണ്. അപ്പോൾ ഓക്കെ, തിരിച്ചു പോവാം. അപ്പോൾ ഭാവിയിലെ സിംഗപ്പൂരാവേണ്ട സ്ഥലമാണ്. അതിൻ്റെ വ്യത്യാസങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമുക്ക് നോക്കാം. അതിൽ ഇരിക്കാവുന്നതിനുണ്ട്. നഗരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഭാവിയിലെ സിംഗപ്പൂരിൻ്റെ യാതൊരു ഇതും ഇവർക്ക് കാണുന്നില്ല. ഇവരെ സംബന്ധിച്ച് സിംഗപ്പൂരാണെന്നുള്ള ഭാവിയിൽ സിംഗപ്പൂരാവുന്ന സ്ഥലമാണെന്നുള്ളതിൻ്റെ ചിന്തകളൊന്നും ഈ നാട്ടുകാർക്കില്ല എന്ന് തോന്നാൻ പറ്റും. കാരണം സിംഗപ്പൂർ ഇങ്ങനെ ഒരു ടൈപ്പ് സ്ഥലം വരുന്നല്ലോ. തൊട്ടടുത്ത് മല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ റെൻ്റാണ്, ശരിയല്ല. റെൻ്റ് വീടുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും. അതെ, അതൊക്കെ വഴികളുണ്ട്. പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കണ്ടെയ്നർ റോഡിലേക്ക് ആയിരിക്കും. തോന്നും അല്ലേ. അതൊക്കെ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനും കുറച്ചുകൂടി മുന്നോട്ട് പോകാം നമുക്കല്ലേ. ഒരു 5-5:30 ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം തിരക്കായി. മുമ്പാണെങ്കിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും, കാരണം അന്ന് പാടമൊന്നുമില്ല. അതിപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. പാലങ്ങളുണ്ട്, പുതിയ വീടുകൾ നിർമ്മാണ പ്രവർത്തനമൊക്കെ വരുന്നത്. പോട്ടെ പോട്ടെ, എല്ലാ കാര്യം ചില പൈസയിലുള്ള നോക്കാൻ മതി. ഇവിടെ ഒരു പഴയ തറവാട് കാണാൻ പറ്റുമോയെന്നറിയില്ല. അല്ല, എല്ലാവരും സ്വകാര്യത മാനിച്ച് പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു എന്താ ഓടിട്ട വീട്, വിൻറ്റേജാണ്. വിൻറ്റേജിൻ്റെ പ്രത്യേകത പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് 90s നമ്മുടെ ഒരു കാലഘട്ടമാണത്. ഒരു കാലഘട്ടം. പിന്നെ അകത്തൊക്കെ ഉള്ളൂ അങ്ങനത്തെ വീടുകൾ. പക്ഷെ അവർ നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് റോഡ് മെയിൻ റോഡാണ്, പൊതുസ്ഥലമാണ്, എന്താ കുഴപ്പമില്ല. ഇവിടെ റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്, നമുക്കായാലും കുറച്ച് ദൂരം പോവാം. മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞാൽ ബോഡിൻ്റെ അടിയിൽ തന്നെ മാലിന്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താ പറയുക എന്താ. അപ്പോൾ ഇത് വല്ലാർപാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്താ കുമ്പളങ്ങി പോലെ തന്നെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. നല്ല നിശബ്ദമായ ഒരു ഏരിയ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ
ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാവുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വിൻറ്റേജ് ഹോമുകളും കാണാം. ഇതാ കാണുന്നതൊക്കെ വിൻറ്റേജ് ഹോമാണ്. ആ ഇടതുവശത്ത് കാണാം, ഇവിടെ വലതുവശത്ത് ഒരു ചേട്ടൻ നിൽക്കണുണ്ട്. വിൻറ്റേജ് ഹോമാണ് അതൊക്കെ. പക്ഷെ അതിൻ്റെ പകുതി പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് പണിതിട്ടുണ്ടെന്ന് തോന്നണം. വീട് ഭാഗം വെച്ചപ്പോൾ ഇപ്പുറത്തെ ആൾ പൊളിച്ചതില്ല, മറ്റേ ആൾ പൊളിച്ച് മാറ്റിയിട്ട് വീട് വരെ രണ്ടായിട്ട് ഭാഗം വെച്ചു. ഇതൊക്കെ പറഞ്ഞാൽ പ്രശ്നം എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊരു വിൻറ്റേജ് ഹോം, ഇതൊരു വിൻറ്റേജ് ഹോം. അതൊക്കെ കുറേശ്ശെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. പലതും പൊളിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് കണ്ടെയ്നർ റോഡ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടെയ്നർ റോഡല്ല കേട്ടോ, സെയിമാണ്. കണ്ടെയ്നർ റോഡും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. ഭാവിയിലെ സിംഗപ്പൂർ ആവേണ്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ പറയുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമില്ലാത്ത കോൺക്രീറ്റ് ടൈപ്പ് പല ഭാഗവും മഴ കൊണ്ട് ഒലിച്ചുപോയി. അപ്പോൾ എന്ത് കോൺക്രീറ്റ് ആയിരിക്കും ചെയ്തത്? ആത്മാർത്ഥമില്ലാത്ത പണികളാണല്ലോ. സ്വന്തം ഇവിടെയൊക്കെ അത് തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ കാണാം എല്ലാം. ഉണ്ടോ? നമ്മൾ ആ ഭാഗത്തേക്കാണ് നേരത്തെ വന്നതെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം നേരെ പോവാം. കുറച്ചും കൂടി ഇവിടെയൊക്കെ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവർക്ക്. ഒരു 60 സെൻറ്റ് സ്ഥലമെങ്കിലും കാണും. 50-60 സെൻറ്റ്, 50 സെൻറ്റ് ആവും. എറണാകുളത്തിന് തൊട്ടടുത്താണ്. പണ്ടാർക്കും വേണ്ടാണ്ട് ഇടന്ന് നിസ്സാര വിലയുടെ സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം പൊന്നും വില ഇരിക്കും. ഇവിടെയുണ്ട് ഒരു വിൻറ്റേജ്, പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും ആളുകൾ അവിടെ നിൽക്കണോണ്ട് നമുക്ക് അവരെ സ്വകാര്യതനെ മാനിക്കുന്നു. ഇതൊക്കെ ഭാവിയിലെ സിംഗപ്പൂരാവേണ്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം അവർ വിട്ട് പോവാത്തത്. കാരണം അവരുടെ ജനിച്ചു വളർന്ന സ്ഥലം വേണ്ടേ, പോകാൻ മടിയുണ്ടാവും. സ്വാഭാവികമാണ്. മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്. എത്ര വിലയാണെന്ന് പറഞ്ഞാലും അത് അവിടെ തന്നെ. ഇതിന് നമ്മൾ അപ്പുറത്തെ കൊണ്ടാണ് ഇവിടെ വന്നാ നാട് ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ പോകുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. നമുക്ക് മുന്നോട്ട് പോവാം. കുറച്ചുകൂടി ഇതൊക്കെ പബ്ലിക് റോഡാണ്. റോഡത്തിൽ നമ്മൾ നേരത്തെ വന്നത് ആ വഴിയാണ് കേട്ടോ. അവിടെ വന്നിട്ട് നമ്മളവൻ തന്നെയാണ് അത്. ഈ റോഡിൽ പോയാൽ അവന് കുഴപ്പമില്ല, അപ്പുറത്ത് അവൻ്റെ വീണ്ടും മുമ്പിൽ കൂടി പോയിരുന്നായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഭാവിയിലെ സിംഗപ്പൂർ, അതായത് വല്ലാർപാടം ടെർമിനലിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഉണ്ടോ അതിന് കാണാം. ഇത് വീടിൻ്റെ വഴിയാണത് കേട്ടോ ആ കാണുന്നത്. ഇവിടെ ഈ കാണുന്ന വീടിൻ്റെ വഴിയാണ് അങ്ങോട്ട്. പക്ഷെ തനി എന്താ പറയുക, കണ്ടെല്ലാം കാരണം ചൂടോട്ടുണ്ടാവില്ല. നല്ലതാണ് കാണാനും തണുപ്പൊക്കെ ആയിട്ട്. എന്താ പറയുക, താറാവ് കുഞ്ഞുങ്ങൾ മാത്രമല്ല. നമ്മൾ വന്ന് എത്തിയത് വലിയൊരു തീരപ്രദേശത്തേക്കാണ് കേട്ടോ. റോഡിൽ പോകുന്നത് കാഴ്ച കാണാൻ വേണ്ടിയാണ്. വീട്ടിൽ പോയിട്ട് കാര്യം കിട്ടുന്നില്ല. നമ്മളിങ്ങനൊരു ഭാഗത്തേക്ക് എത്തി. കന്യാർ റോഡിൻ്റെ മറ്റൊരു ഭാഗമാണേ. കന്യാർ റോഡല്ല, സോറി, വല്ലാർപാടം. ഇവിടെയൊക്കെ വല്ലാർപാടത്തിൻ്റെ മറ്റൊരു ഭാഗം. ഞങ്ങൾ പോകുമ്പോൾ പട്ടിക്കുട്ടന്മാരുണ്ടോയെന്നറിയില്ല, അതിന് പോയി നോക്കാം. അതായത് എങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇതൊക്കെ വെച്ചേക്കുണ്ട്. ഏഴേനെ വെച്ചേക്കാം. പാമ്പാണോ? കുറച്ചുകൂടി മുന്നോട്ട് പോകാമെന്നിട്ട് പോകാം. അതിനകത്തൊക്കെ ആളുണ്ട് ഇങ്ങോട്ട്.
തനി വനപ്രദേശം പോലെ തന്നെ അല്ലേ. അപ്പോൾ അങ്ങോട്ട് ഇനി മണ്ണാണ് കേട്ടോ, മൺറോഡാണ്. അങ്ങോട്ട് പിന്നെ ചെളിയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് അധികം ദൂരം പോകാൻ പറ്റില്ല. കാണുന്നത് ചെളിയാണ്, കോൺക്രീറ്റ് ഇല്ല. അങ്ങോട്ട് പോകും തോറും ചെളി, നടന്നു പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക്. ഉണ്ടോ, അതൊക്കെ വിൻറ്റേജ് ഹോമാണ്. അവിടെ തന്നെ കണ്ട ഇതിൻ്റെ അകത്ത് വർഷങ്ങളായില്ല. പക്ഷെ ഒന്നും അങ്ങനെ നശിച്ചിട്ടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഭാവിയിൽ സിംഗപ്പൂരാവേണ്ട സ്ഥലങ്ങളാണ് കേട്ടത് ഈ കാണുന്നത്.